ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് പരിപാടി? അങ്ങനെ നമ്മുടെ 14 ദിവസത്തെ ഇന്റേൺഷിപ്പ് ഇന്ന് കഴിയാണ്. ആദ്യം നമ്മുടെ പ്ലാൻ ആയിരുന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകാനായിരുന്നു. പിന്നെ പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ പെട്ടിങ് ഇടയ്ക്കെടുത്ത് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോരെ ചെയ്തു. എന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്രാവശ്യം വെറുതെ വീട്ടിലേക്ക് പോയല്ല, നമുക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട് വീട്ടിലേക്ക് പോയിട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തിക്കും തിരക്കും പിടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ള പിറ്റേ ദിവസം ഞാനും അമ്മയും അമ്മും കൂടി ഗുരുവായൂർ പോകാൻ തീരുമാനിച്ചു. ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വേഗം വരാണ്ടായ കാര്യം. പിന്നെ കുറെ നാളായി നമ്മൾ ഗുരുവായൂർ പോയിട്ട്, അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇപ്പൊ ഞാൻ വേഗം വന്നത്. ഞാൻ ലാസ്റ്റ് പോയത് കഴിഞ്ഞോല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേര് അകത്ത് കയറാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ള ആളുടെ അടുത്ത് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ എന്തായാലും ക്യൂ നിൽക്കേണ്ടി വരാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ നിന്നിട്ടാണ് കയറി. ഇങ്ങനെ രാവിലെ വന്ന് ഞങ്ങൾ ഉച്ചക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയപ്പോഴാണ് നമ്മൾ 2 സ്പെഷ്യൽ ഗസ്റ്റുകളെ കണ്ടത്. പിന്നെ നമ്മൾ ഒരു പോണത് നോക്കിയിരുന്നു. ഇവര് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. പിന്നെ അമ്മു ചെറിയൊരു ആഗ്രഹം പറഞ്ഞു. ഞങ്ങൾ പിന്നെ അപ്പനെ പോരാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ ഉച്ചാന്ന് പറഞ്ഞെങ്കിൽ ഉച്ചക്ക് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചോറ് കിട്ടിയില്ല. അവൾ എന്നിട്ട് ആഗ്രഹം പറയാന്നറിയോ, അവൾക്ക് അമ്പലത്തിന്റെ നടയിന്ന് 10th റിസൾട്ട് നോക്കണം. അവളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ കഴിച്ചിറങ്ങിയത് അവളുടെ റിസൾട്ട് വന്നതൊക്കെ ഒരേ സമയത്തായിരുന്നു. റിസൾട്ട് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരെ ചെയ്തു. ഫുൾ A+ ഇല്ലെങ്കിലും അവള് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് അവളുടെ റിസൾട്ട് കാണാണ്ടായി. അതുകൊണ്ട് നമ്മൾ കേക്ക് ഒക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ അവർക്ക് മാർക്കുണ്ടല്ലോ ഇവർക്ക് മാർക്കുണ്ടല്ലോ അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. നമ്മുടെ വർക്ക് ചെയ്താലുള്ള റിസൾട്ട് കിട്ടുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഫുൾ ഹാപ്പി. പിന്നെ അവൾ വീഡിയോയിൽ ഫേസ് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേൾക്കാത്ത പോലെ അഭിനയിച്ചിട്ട് നൈസായിട്ട് ഇത് പോസ്റ്റ് ചെയ്യുക ചെയ്യും. അപ്പൊ ഇന്നത്തെ റിസൾട്ട് കണ്ടിട്ട് എല്ലാവരും ഹാപ്പി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും ഫോളോ സബ് എന്ന് മറക്കണ്ട. ഇന്നത്തെ വീഡിയോ അത്രയും ഉള്ളോട്ടാ.